മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजधनुजे नित्ये निशुम्भावहे ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. യുദ്ധത്തിൽ ദേവി അനവധി അസുരന്മാരെ വധിച്ചു എന്ന് പറഞ്ഞു. ശോണിതൗഹാമഹാനദ്യ സദ്യസ്തത്ര വിസസ്രൂഹു മധ്യേ ച അസുരസൈന്യസ്യ വാരണാസുരവാജിനം. തത്ര അവിടെ ആ യുദ്ധഭൂമിയിൽ ശോണിതൗഘാഹ മഹാനദ്യ സദ്യ ആ യുദ്ധഭൂമിയിൽ സദ്യ പെട്ടെന്ന് തന്നെ, അതായത് വളരെ വേഗം അനവധി അസുരന്മാരെ വധിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ സദ്യ ഉടൻ തന്നെ ശോണിതൗഘാഹ, ശോണിത സമൂഹം, അതൊക്കെ ശോണിതം ച രക്തം, രക്തത്തിൻ്റെ ഔഹം ച കൂട്ടം എന്നാണ് അർത്ഥം. ഇവിടെ രക്തത്തിൻ്റെ ഇതാവുമ്പോൾ ധാരാളമായിട്ട് അതിധാരാളമായിട്ടുള്ള ആ രക്തം മഹാനദ്യ, മഹാനദികളായിട്ട് അനവധി നദികളായിട്ട് അത് കൂടിച്ചേരുമ്പോൾ മഹാനദികളാവും. അങ്ങനെ വലിയ നദിയായിട്ട് വിസസ്രൂഹു ഒഴുകിത്തുടങ്ങി എന്നാണ്. യുദ്ധഭൂമിയിൽ രക്തം ഒഴുകിത്തുടങ്ങി, ധാരാളമായിട്ട് രക്തം ഒഴുകിത്തുടങ്ങി എന്നുള്ളതാണ്. എങ്ങനെയാണത്? മധ്യേച അസുരസൈന്യസ്യ മധ്യേ, അസുരസൈന്യത്തിൻ്റെ മധ്യത്തിലായി വാരണാസുരവാജിനാം, വാരണങ്ങള്, ഗജങ്ങള്, ആനകള്, അസുരന്മാര്, വാജികള്, കുതിരകള്, എല്ലാവരുടെയും ധാരാളം ഗജങ്ങൾ ചത്ത് കിടക്കുന്നുണ്ട്, കുതിരകൾ ചത്ത് കിടക്കുന്നുണ്ട്, അസുരന്മാരും ഉണ്ട്. അപ്പം എല്ലാവരുടെയും രക്തം അതിധാരാളമായിട്ട് പുറത്തേക്ക് ഒഴുകിയിരുന്നതായിട്ടുള്ള രക്തം നദികളായിട്ട് ഒഴുകിത്തുടങ്ങി ആ ഭൂമിയിൽ എന്നാണ്. ശോണിതൗഹ മഹാനദ്യ, മഹാനദികളായിട്ട് ശോണിതൗഹം, ശോണിതം സമൂഹം എന്ന്. സദ്യ പെട്ടെന്ന് തന്നെ തത്ര വിസസ്രുഹു, അവിടെ ആ യുദ്ധഭൂമിയിൽ ഒഴുകി തുടങ്ങി. മധ്യേച അസുരസൈന്യസ്യ മധ്യേ, അസുരസൈന്യത്തിൻ്റെ മധ്യത്തിലായി വാരണാസുരവാജിനം, വാരണങ്ങളുടെയും അനകളുടെയും അസുരന്മാരുടെയും വാജികളുടെയും ഒക്കെ ശോണിത സമൂഹം, ധാരാളമായിട്ടുള്ള രക്തം മഹാനദികളായിട്ട് ഒഴുകിത്തുടങ്ങി എന്നാണ്. സച സിംഹോ മഹാനാദമുത്സൃജൻ ധൃതകേസര ശരീരേഭ്യോ മരാരീണാം അസൂരിവ വിജുന്വതി. സച സിംഹ, ആ സിംഹം, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം, മഹാനാദ, വളരെ ഉച്ചത്തിലുള്ളതായിട്ടുള്ള ശബ്ദത്തോടുകൂടി, മഹാനാദ, അത്യധികമായ ശബ്ദത്തോടുകൂടി, ഉത്സൃജൻ മഹാനാദം ഉത്സൃജൻ, മഹാനാദത്തെ ഉത്സൃജൻ പുറത്തുവിട്ടുകൊണ്ട്, വളരെയധികം ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട്, ഗർജിച്ചുകൊണ്ട്, ധുതകേസര, കേസരങ്ങളെ ഇളക്കിക്കൊണ്ട്, അതിങ്ങനെ കുടഞ്ഞുകൊണ്ട്, കേസരങ്ങളൊക്കെ കുടഞ്ഞുകൊണ്ട്, ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് കേസരങ്ങളൊക്കെ കുടയണു എന്നുള്ളതാണ്. ഉത്സൃജൻ മഹാനാദം ഉത്സൃജൻ, അതിയായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ഗർജിച്ചുകൊണ്ട്, ധുതകേസര, കേസരങ്ങൾക്ക് ആട്ടിക്കൊണ്ട്, ശരീരേഭ്യ അമരാരീണാം അസൂനിവ വിജിന്വതി, അമരാരീണാം ശരീരേഭ്യ, അമരന്മാരുടെ ശത്രുക്കൾ, ശത്രു, അമരാരീണാം ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരുടെ ശരീരേഭ്യ, ശരീരങ്ങളിൽ നിന്ന് അസൂൻ ഇവ വിജിന്വതി തിരയുന്നു. എന്തിനെ? അസൂൻ ഇവ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ, പ്രാണൻ പോവാതെ കണ്ട് കിടക്കുന്നുണ്ടോ എന്നിങ്ങനെ അനവധി ശരീരങ്ങളുണ്ട്, അൽഭാടും കിടക്കണു. അപ്പോൾ അതിൽ പ്രാണൻ പോവാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ സിംഹം ഇങ്ങനെ ആ ശവശരീരങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു എന്നാണ്. സച സിംഹ മഹാനാദമുത്സൃജൻ, അത്യധികമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, അത്യുച്ചത്തിൽ ഗർജിച്ചുകൊണ്ട്, ധുതകേസര, കേസരങ്ങൾ ഇളക്കിക്കൊണ്ട്, ശരീരേഭ്യ അമരാരീണാം ശരീരേഭ്യ, അമരാരികളുടെ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ ശരീരങ്ങളിൽ അസൂൻ ഇവ വിജിന്വതി, അസൂക്കളെ, പ്രാണങ്ങളെ
വിചിന്വതി തെരഞ്ഞുകൊണ്ടിരിക്കണോ, അതായത് ആരെങ്കിലും ജീവൻ പോവാതെ കണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു എന്നാണ്. ദേവ്യാഗണൈശ്ചതൈസ്തത്ര കൃതം യുദ്ധം മഹാസുരൈഃ അഥൈനം തുഷ്ടൂർദേവാ പുഷ്പവൃഷ്ടിമുചോ ദിവി. ദേവ്യാഗണൈശ്ച, ദേവിയുടെ ഗണങ്ങളും, അതായത് ദേവിയുടെ ശ്വാസത്തിൽ നിന്ന് ഭൂതഗണങ്ങളുണ്ടായി എന്ന് പറഞ്ഞുല്ലോ. ആ ഗണങ്ങൾ, ദേവിയുടെ ശ്വാസത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള ആ ഭൂതഗണങ്ങൾ ദേവ്യാ ഗണൈശ്ച, അവരാലും തൈഹി ഗണൈഹി, ദേവിയുടെ ശ്വാസത്തിൽ നിന്നുണ്ടായ ആ ഭൂതഗണങ്ങളും തത്ര യുദ്ധം കൃതം മഹാസുരൈഹി യുദ്ധം കൃതം, മഹാസുരന്മാരോടുകൂടി യുദ്ധം ചെയ്തു. ദേവിയുടെ ഭൂതഗണങ്ങളും മഹാസുരന്മാരോടുകൂടി യുദ്ധം ചെയ്തു എന്നാണ്. മഹാസുരൈഹി യുദ്ധം കൃതം, മഹാസുരന്മാരോടുകൂടി യുദ്ധം ചെയ്യപ്പെട്ടു. അഥൈനം തുഷ്ടൂർദേവാ, അഥ അനന്തരം ദേവാഹ, ദേവന്മാർ ഏനാം തുഷ്ടുവു, ഈ ദേവിയെ സ്തുതിച്ചു. തുഷ്ടുവുഹു, സ്തുതിച്ചു. അഥ ദേവാഹ ഏനാം തുഷ്ടുവുഹു, അനന്തരം ദേവന്മാർ ഏനാം, ഈ ദേവിയെ തുഷ്ടുവുഹു, സ്തുതിച്ചു. പുഷ്പവൃഷ്ടിമുചോ ദിവി പുഷ്പവൃഷ്ടിമുച, ദിവി ആകാശത്തിൽ നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടിമുച, പുഷ്പവൃഷ്ടി പുഷ്പവൃഷ്ടിയെ മോചിപ്പിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട്, പുഷ്പവൃഷ്ടിമുച, പുഷ്പവൃഷ്ടിയെ മോചിക്കുന്നവരായിട്ട്, അതായത് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ആകാശത്തിൽ നിന്ന് ദേവന്മാർ ദേവിയെ സ്തുതിച്ചു എന്നാണ്. ഇതി ദേവീ മാഹാത്മ്യേ ദ്വിതീയോധ്യായ, രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി മറ്റേ അസുരന്മാരെ, നായകന്മാരെയൊക്കെ കൊല്ലണതൊക്കെ വരണേ ഉള്ളൂ. ഇവിടെ സൈന്യങ്ങളെ വധിച്ചത് ആണ്, കുറേ സൈന്യങ്ങളെ വധിച്ചതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അത് അടുത്ത ദിവസം. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണീ ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.